കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കുറുമ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കുറുമയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് അഭിപ്രായം പറയണേ. ആദ്യമായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ടയും ഏലക്കായും ഗ്രാമ്പും കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ ചേർത്തത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്ര ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് വലിയൊരു സവാള നൈസായിട്ട് കട്ട് ചെയ്തതും നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കരിയൊന്നും പാടില്ല, സിമ്മിലിട്ടിട്ട് വേണം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചതച്ചതായാലും മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് അന്ന് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ചട്ടിയിലാണെങ്കിൽ ശ്രദ്ധിക്കണം. അല്പം കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കരിയാതെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അത്യാവശ്യം ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് ഉള്ളി വെന്ത് വന്നാൽ മതി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ അധികം പഴുക്കാത്ത ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതാക്കിയിട്ടിട്ടത് നമ്മൾ ചിക്കൻ്റെ കൂടെയൊക്കെ വേവിക്കുമ്പോൾ അതങ്ങ് വെന്ത് കലങ്ങിക്കോളും. അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി ഇനി നമുക്കതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടതാണ്. എരിവ് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് വേണം ഈ സമയമൊക്കെ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൊടികളൊന്നും വേണ്ട. ഒരല്പം മല്ലിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, കരിക്കൊന്നും വേണ്ട. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. അല്പം ചേർത്തു. ഇനി ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുരുമുളക് പൊടിയുടെ എരിവും പച്ചമുളകിൻ്റെ എരിവുമാണ് ഈ കറിയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അതുകൊണ്ടാണ്. അതല്ലാതെയും നമുക്ക് ചേർക്കാം. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിലേക്കും കിഴങ്ങിലേക്കും ഒക്കെ പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കറിയിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. കൂടിയാലും അതൊക്കെ കറക്റ്റ് ആയിക്കോളും. എന്നാലും ശ്രദ്ധിക്കണേ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത്രയും ഇട്ട് കൊടുക്കാം. ഞാനിതാ ഇട്ടത് കണ്ടില്ലേ, ഇതിൻ്റെ വെയിറ്റ് എനിക്കറിയില്ല കേട്ടോ. 1/2 കിലോ ഒന്നുമില്ല, അതിലേക്കാട്ട് താഴെയാണുള്ളൂ. അതും കൂടി ചേർത്തിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ ചേരുവകളൊക്കെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. ഒന്നും കരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, തക്കാളി ആയാലും പച്ചമുളകായാലും കിഴങ്ങായാലും ഉള്ളിയൊക്കെ മൂത്തിട്ടേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. വേവാനുള്ളത് മതി, കൂടുതൽ ഒഴിക്കണ്ട. ഇത് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുത്തി വേവിക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നന്നായിട്ട് വേവുമല്ലോ. ബ്രോയിലർ ചിക്കൻ അല്ലേ. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഈ സമയം കുറച്ച് തേങ്ങ ചിരവിയിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കുറുമയിലേക്ക് തേങ്ങാപ്പാലൊക്കെയാണ് കേട്ടോ ചേർക്കാറ്. തേങ്ങാപ്പാലിൽ വേവിച്ച് തേങ്ങാപ്പാൽ കുറുകിയതും ലാസ്റ്റ് ചേർത്തിറക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇതേപോലെയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് അരച്ച് ചേർക്കുന്നവരും ഉണ്ട്. നമുക്ക് വീട്ടിലെല്ലാം എപ്പോഴും കണ്ടുവന്ന് വരില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര സിമ്പിളായിട്ട് ചെയ്തത്. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് ചേർത്ത തേങ്ങ അല്പം വെള്ളത്തോടെയാണ് ചേർത്തത്. അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ എരിവ് കുരുമുളക് പൊടിയിലാണ്. കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് കുരുമുളക് ഒന്ന് ചതച്ചോ പൊടിച്ചോ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ചേർത്ത് തേങ്ങയായതുകൊണ്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. കുറുകിയ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ പറ്റുന്നവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഉള്ള സാധനം വെച്ച് ടേസ്റ്റി ആയിട്ട് ചിക്കൻ കുറുമ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെയും
ദോശയുടെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ആ ഒരു അടിപൊളി ചിക്കൻ കുറുമയാണ്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.